ജോർജ് ജോസഫ് സാർ, ഏതായാലും ഇയാളുടെ ഉള്ളിൽ ഒരു മനോരോഗി മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന സംശയം പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഡോക്ടർ മോഹൻ റോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞേക്കും. ഡോക്ടർ മോഹൻ റോയ്, ഈ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് കൂടെ കഴിയുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന്. അപ്പോൾ ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടറെ, അയാളുടെ യഥാർത്ഥ സ്വഭാവം, അയാളുടെ വ്യക്തിത്വം, അയാളുടെ വൈകല്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്കും ഭാര്യയുടേത് ഭർത്താവിനുമൊക്കെയാണ്. അങ്ങനെ 17 വർഷം ഈ സെബാസ്റ്റ്യൻ്റെ കൂടെ കഴിഞ്ഞ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ ഭാര്യയായി നിൽക്കുന്ന ആ സ്ത്രീ പറയുന്നു സെബാസ്റ്റ്യൻ ഒരു പാവമാണ്. അവർ ഓഫ് ക്യാമറയിൽ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്നാണ്. ഇന്ന് ഈ 17 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അവർക്ക് കൈപ്പേറിയ ഒരു അനുഭവം പറയാനില്ല. മാത്രമല്ല അവരോടും മക്കളോടുമൊക്കെ വലിയ സ്നേഹമുള്ള ഒരു കുടുംബനാഥനാണ്. അയാൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നു, അയാൾക്ക് ശാരീരിക അവശതകളുണ്ടായിരുന്നു. ബാക്കി ആളുകൾ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ആകെ സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അയാൾ കല്യാണം കഴിക്കുമ്പോൾ 51 വയസ്സാണ്. ആ സമയത്ത് പരിചയമുള്ള ബിന്ദു പത്മനാഭനെ കുറിച്ചാണ്. അതൊരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണെന്നാണ്. ഡോക്ടർ, ഇത് ഒരു മനോരോഗിയായ ഒരു സീരിയൽ കില്ലർ എന്നാണ് സെബാസ്റ്റ്യനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ചിത്രം. ഡോക്ടർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഇതൊരു മനോവൈകല്യത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവുക? ഒരു സീരിയൽ കില്ലർ എന്ന് നമുക്ക് സെബാസ്റ്റ്യനെ വിളിക്കാൻ കഴിയുമോ ഇതുവരെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച്? നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചെന്നാണ് നമ്മുടെ ഒരു പൊതുവായ ധാരണ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മാസ്ക് ഓഫ് സാനിറ്റി എന്ന് പറയുന്നത്, അതായത് സ്വാഭാവികതയുടെ ഒരു മുഖം മൂടി അണിയുക എന്ന് പറയുന്ന ഹാർവി ക്ലോക്കി എന്ന് പറയുന്ന ഒരു ആളുടെ തത്വമാണത്. അത് യഥാർത്ഥത്തിൽ ചില വ്യക്തിത്വ വൈകല്യമുള്ളവരെക്കുറിച്ച് പറയാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവരുടെ കൂടെ കിടക്കുന്നവർക്ക് അറിയാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു തലമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഈ ഫോറൻസിക് സൈക്യാട്രി രംഗത്ത് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്, റോബർട്ട് സൈമൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഈ റോബർട്ട് സൈമണിൻ്റെ അദ്ദേഹം അമേരിക്കൻ അക്കാഡമി ഓഫ് ലോ ആൻഡ് ഫോറൻസിക് മെഡിസിൻ്റെ തലവനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണ്. അതായത് ബാഡ്മെൻ ഡു വാട്ട് ഗുഡ് മെൻ ഡ്രീം. അതായത് നല്ല ആൾക്കാർ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ ചീത്ത ആൾക്കാർ ചെയ്യുന്നതാണ്. ഇദ്ദേഹം അമേരിക്കൻ ജയിലുകളിലുള്ള സീരിയൽ കില്ലർമാരെയും അത്തരത്തിലുള്ള മനോരോഗങ്ങളൊക്കെ ഉള്ളവരെ വർഷങ്ങളോളം വിശകലനം ചെയ്ത് അവരുടെ അനുഭവങ്ങളുമൊക്കെ കേട്ട് അത്തരത്തിൽ ഒരു വിശകലനം നടത്തിയ വ്യക്തിയാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്ന ചില കേസുകളിലൊക്കെ ഡബിൾ ഏജൻറ്റന്മാരുണ്ട്. ഡബിൾ ഏജൻറ്റന്മാരെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ക്ലാസിക്കായിട്ട് അറിയാവുന്നത് ഈ ചാരപ്രവർത്തനം നടത്തിയിരുന്ന, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വേണ്ടി ചാരപ്രവർത്തനം, 2 രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ കൃത്യമായി ഇപ്പോൾ ഇതിൽ അദ്ദേഹം ഇതിനൊരു സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. ഇദ്ദേഹം പ്രൊഫൈൽ ചെയ്ത ഒരാൾ യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന, കൃത്യമായി അദ്ദേഹത്തിൻ്റെ മതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പോയിരുന്ന, മതസംവിധാനങ്ങളുമായി അടുപ്പമുണ്ടായിരുന്ന, ചാരിറ്റിയൊക്കെ ചെയ്യുന്ന, വളരെ സോഫ്റ്റ് സ്പോക്കണായ മിതഭാഷിയായ ഒരാളായി വീടിൻ്റെ പരിസരത്ത് അറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റേ അറ്റത്ത് കൊടും ക്രൂരനായ, ഇദ്ദേഹം എങ്ങനെയാണ് കൊല്ലുന്നതെന്നൊക്കെ ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിക്രൂരതയോട് കൊല്ലുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈലിംഗ് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നോക്കൂ, ഇതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ 51 വയസ്സിന് മുമ്പുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നില്ലേ? നോക്കൂ, അദ്ദേഹത്തിന് ഇപ്പോൾ 68 വയസ്സായെങ്കിൽ ഇത് വലിയ കാലമൊന്നുമായിട്ടില്ല. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരുണ്ടാകാം, അദ്ദേഹം താമസിച്ച സ്ഥലത്തുള്ളവരുണ്ടാകാം. ഇവരിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിക്കില്ലേ? അപ്പോൾ അത്തരത്തിൽ അദൃശ്യനായ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കില്ലേ? ഇപ്പോൾ അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ഭാര്യ തന്നെ സമ്മതിക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു 2-2.5 ഏക്കർ പറമ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ ആലപ്പുഴ പോലെയൊക്കെ അവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വെച്ച് പഴയ പല പറമ്പുകളിലുമൊക്കെ അസ്ഥികൂടങ്ങൾ പൊതുവേ നമ്മൾ പണ്ട് ഈ ശ്മശാനങ്ങളെല്ലായിടത്തൊക്കെ അതിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതും യഥാർത്ഥത്തിൽ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷേ പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം വന്ന ഒരു സ്ഥലം പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും.
അപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ എല്ലിൻ കഷണങ്ങളാണ് കാണുന്നത്. അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു മൃതദേഹം ഇട്ട് കത്തിക്കുകയും മറ്റുമൊക്കെ അറിയുമ്പോൾ അതിൻ്റെ ഈ സ്മെല്ല് വരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. അതൊക്കെ ഈ 2-2.5 ഏക്കർ പറമ്പുണ്ടെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ അത്ര അസ്വാഭാവികമായി ആൾക്കാർ ശ്രദ്ധിക്കാതെ ഒന്നും പോവില്ല. അപ്പോൾ അത്ര കൃത്യമായി ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ളവർ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇവർ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇവരത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇദ്ദേഹം ചോദ്യം നോക്കൂ, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇരിക്കണമെങ്കിൽ 2 സാധ്യതകളല്ലേ ഉള്ളൂ. പോലീസിനോട് അദ്ദേഹം ഉത്തരം പറയുന്നില്ല എന്നാണ് പുറത്തു നിന്ന് വരുന്ന റിപ്പോർട്ട്. ഉത്തരം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായി അറിയില്ല എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ. നോക്കൂ, ഇദ്ദേഹം ആലപ്പുഴക്കാരനായിട്ട് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ മിസ്സിങ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-20 വർഷത്തിനുള്ളിലായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ മിസ്സിങ് ആയിട്ടുള്ള കേസുകളിൽ ഇദ്ദേഹത്തിനൊരു പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ അത് സീരിയൽ കില്ലർ യഥാർത്ഥത്തിൽ ലോകത്ത് വളരെയധികം ചർച്ച ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. പൊതുവേ അതിന് പറയുന്നത് 2 അതിലധികമോ കൊലപാതകങ്ങൾ 1 മാസ കാലയളവിലുള്ള, അത് ചിലടത്തൊക്കെ പഴയ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചത് ഒരു 3 കൊലപാതകങ്ങളെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 2 അതിലധികമോ കൊലപാതകങ്ങൾ ഒരു മാസം പീരീഡിനുള്ളിൽ നടത്തി കഴിഞ്ഞാലാണ് നമ്മൾ സീരിയൽ കൊലപാതകം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഡോക്ടർ? 2 കാര്യങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനൊരു 2 കാര്യങ്ങളിൽ ഒന്ന് ഇടപെടട്ടെ. ഒന്ന്, ഡോക്ടർ ഈ രാഹുൽ തിരോധാനത്തെക്കുറിച്ച് പറഞ്ഞ ആ കൊച്ചു മോനെ കാണാതായത്, അത് ഇന്നും സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു നോവായി രാഹുലിനെ കുറിച്ചുള്ള ചിത്രമുണ്ട്. പക്ഷേ ഡോക്ടർ, ഇവിടെ കാണാതായവർക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അതായത് ഈ തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന മധ്യവയസ്കരായ സ്ത്രീകളാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ സെബാസ്റ്റ്യനാണ് ഇതിലെ പ്രതി എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിലൊരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഡോക്ടർ ഈ പറഞ്ഞ ഒരു സീരിയൽ കില്ലിംഗ്, അത് ഡോക്ടർ പറഞ്ഞതുപോലെ മാസത്തിൽ തന്നെ 2-3 കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന നിലയിലാണെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ തിരോധാനങ്ങൾ നടന്നിരിക്കുന്നത്, ഒന്ന് 2006-ൽ, അത് കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം 2012-ൽ, അത് കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം 2020-ൽ, പിന്നെ വീണ്ടും 4 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം 2024-ൽ. ഈ പാറ്റേൺ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഡോക്ടർ? തീർച്ചയായും അവിടെ സീരിയൽ കില്ലിങ്ങിൻ്റെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സീരിയൽ കില്ലേഴ്സ് ഉണ്ടെന്നാണ് പൊതുവേ അവരെ വർഗീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ. അതിൽ പൊതുവേ പറയുന്നത് ഒരു വിഷണറി കില്ലിംഗ് എന്ന് പറയും. വിഷണറി കില്ലിംഗ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് നമ്മൾ ഈ മനോരഥത്തിൽ സഞ്ചരിക്കുന്നവരെന്നൊക്കെ സൂചിപ്പിക്കും. അവർ പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ മിക്കവാറും ഈ വിഷണറി കില്ലേഴ്സ് മനോരോഗികളായിരിക്കും. അവരുടെ ചെവിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേക സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കലാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. രണ്ടാമത് മിഷൻ ഓറിയൻറ്റഡ് കില്ലേഴ്സ്, അതായത് അവരൊരു പ്രത്യേക ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം, പലയിടത്തും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ പറയുന്നത് അവർക്ക് ഈ ലൈംഗിക തൊഴിലാളികളോടൊരു വെറുപ്പും അവജ്ഞയും ഒക്കെ ഉണ്ട്. അതിനൊക്കെ നേരത്തെ നമ്മൾ ചർച്ചയുടെ അടുത്ത ഭാഗത്തുള്ള കാരണങ്ങളിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ലൈംഗിക തൊഴിലാളികളെ മാത്രം കൊല്ലുന്നത് മിഷൻ ഓറിയൻറ്റഡ് കില്ലേഴ്സ് എന്ന് പറയും. 2, ഒരു സുഖഭോഗമായി സുഖലോലുപതയ്ക്കായി കൊല്ലുന്ന കുറച്ച് പേരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പാറ്റേണിൽ പെടുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇരകളെ കൃത്യമായി ചൂസ് ചെയ്ത്, ഇപ്പോൾ ഇതിലുള്ള ആൾക്കാർ ഈ 4 പേരുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. അതിൽ പലവരും സമൂഹത്തിൻ്റെ ഉന്നത നിലയിലുള്ളവരാണ്, സാമ്പത്തികമായ ഒരു ഇതുള്ളവരാണ്, അവർക്കൊരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് അവർക്ക് അടുത്ത ബന്ധുക്കളൊന്നും അധികമല്ല. ഇപ്പോൾ ഒരു കേസിൽ തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം 2012-ൽ അവർ മിസ്സായതിനു ശേഷം 3-4 വർഷം കഴിഞ്ഞ് അവരുടെ കേസ് തന്നെ മുന്നോട്ട് വരുന്നത്. നോക്കൂ, നമ്മുടെ സംവിധാനത്തിൽ ഒരു വ്യക്തി അങ്ങ് സംവിധാനങ്ങളിൽ നിന്നും അദൃശ്യനായി പോയാൽ, അപ്രത്യക്ഷനായാൽ പിന്നെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ കൃത്യമായി തൻ്റെ വലയിലെത്തിച്ച് കൊല്ലാനുള്ള ഒരു രീതി, അതായത് കൃത്യമായ ഇടവേളകളിൽ കാത്തിരുന്നു കൊണ്ട് തൻ്റെ സാമ്പത്തിക ലാഭം, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹിഡോണിസ്റ്റിക് കില്ലിംഗ് എന്ന് അതിന് പറഞ്ഞത്, ഒരു സുഖലോലുപതയിലേക്കുള്ള ഒരു കൊലപാതകങ്ങളുടെ പാറ്റേണാണ് ഇതുവരെയുള്ളതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ഇപ്പോൾ DNA പരിശോധനയും മറ്റും കഴിയുമ്പോഴത്തേക്കും ഇത് ലഭിക്കാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനോരോഗം സാധാരണ നമ്മൾ പറയുന്നത് പോലെ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ പൊതുവേ പറയുന്നത് ഈ മനോരോഗത്തിൻ്റെ ഒരംശമുള്ളവർ ഇത്തരത്തിലല്ല. ഒരു വിഷണറി കില്ലിംഗ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു
പ്രത്യേക ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന്. കാരണം 17 വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട യാതൊരു ഹിസ്റ്ററിയും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഞാൻ ആരെയും അങ്ങനെ അവിശ്വസിക്കണമെന്നുള്ള ഒരു പ്രാഥമിക വിശ്വാസത്തിൽ പറയുകയില്ല. പക്ഷേ ഏതു കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പൊതുസമൂഹത്തിൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്കും ഒരു പരിമിതിയുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റാണ്. അതായത് ഒരു ബസ് ഡ്രൈവർ ആയിരുന്ന കാലത്ത് കുറച്ച് തരികിട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് സമ്പന്നനായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ വളരെ പെട്ടെന്ന് സമ്പന്നനാകണമെങ്കിൽ സാധാരണ നിയമവിധേയമായ മാർഗ്ഗങ്ങളോ നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളോ ആയിരിക്കണമല്ലോ. നിയമവിധേയമായ മാർഗ്ഗങ്ങളാണെങ്കിൽ അത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതിലേക്കുള്ള സൂചനകൾ മറ്റ് നമ്മളൊരു വ്യക്തിയെ ഏതായാലും ഡോക്ടർ ഈ പറഞ്ഞതിൽ നിന്ന് സെബാസ്റ്റ്യന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ പെർസോണ എന്ന് പറയുന്നത് വളരെ ദുരൂഹമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ തിരോധാനത്തിനൊക്കെ പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണോ? അവരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവരൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ എന്ന കാര്യം വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു പരിശോധനയാണ് അതിന് വേണ്ടത്. പിന്നെ ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ടത്, സമൂഹത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷമാകുമ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം മാത്രം അത് പരാതിയായി വരികയും അതിന്മേൽ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയൊരു സാമൂഹിക വിപത്തിൻ്റെ സൂചനകളോ ലക്ഷണങ്ങളോ ആയി തന്നെ നമ്മൾ കാണണം. അതിന് അടിയന്തരമായ പരിഹാരവും ആവശ്യമാണ്.